പരിവൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. സന്ധ്യയുടെ കഥ പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് മണികണ്ഠൻ്റെ വാക്കുകൾ കൂടെ കേൾക്കേണ്ടിയിരിക്കുന്നു. സന്ധ്യയുടെ ഭർത്താവായ മണികണ്ഠനെ നമുക്ക് സ്വാഗതം ചെയ്യാം. മണികണ്ഠൻ അല്ലേ? മണികണ്ഠനെ കുറിച്ച് എല്ലാം കേട്ടു, സന്ധ്യ പറയുന്ന എല്ലാം ഞങ്ങൾ കേട്ടു. മണികണ്ഠൻ നല്ലൊരു മനുഷ്യനാണ്, നല്ല ഭർത്താവാണ്, നല്ല അച്ഛനാണ് എന്നൊക്കെ സന്ധ്യ പറയുന്നു. എന്താ ജോലി ചെയ്യുന്നത്? റബ്ബർ ടാപ്പിംഗ് ആണ്. റബ്ബർ ടാപ്പിംഗ് അല്ലേ? ഒരു ദിവസം എത്ര രൂപയാണ് അതിനൊക്കെ? ഒരു മരത്തിന് ഒരു 1.5 രൂപയാണ്. 1 രൂപ. എത്ര മരം നോക്കും? 500 മരമൊക്കെ കിട്ടും ഒരു ദിവസം. ഓ, അത്രത്തോളം കാശൊക്കെ ഉണ്ടാക്കും. നല്ലൊരു കാണാൻ നല്ലൊരാളൊക്കെയാണല്ലോ. മദ്യപിക്കോ? കഴിക്കാം, അങ്ങനെ സ്ഥിരമൊന്നുമില്ല, മാസത്തിലൊക്കെ ചില സമയങ്ങളിൽ മാത്രം. അയ്യോ, പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല നിങ്ങളെങ്ങനെയൊക്കെ ഭാര്യയൊക്കെ ഉപദ്രവിക്കുന്ന ഒരാളാണെന്നൊക്കെ കണ്ടാൽ. ഒരു സുമുഖനായൊരു നല്ലൊരാൾ എന്തിനാ മദ്യപിച്ച് ഭാര്യ ഉപദ്രവിക്കുന്നേ? അതല്ല, ഭാര്യ ഒന്ന് സാധാരണമാണ്, എന്തെങ്കിലും പറഞ്ഞാലും കേൾക്കൂല, അതാണ്. ആര്? ഭാര്യ തന്നെ. അതിനടിക്കാമോ? നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാലും ഞാൻ ഒഴിവായി പോകും. ചില സമയങ്ങളിൽ അവിടെ എവിടെയും പോയിരിക്കും, അങ്ങനെയൊക്കെ കുറെ ഇങ്ങനെ പറയും. എന്താ പറഞ്ഞാൽ കേൾക്കാത്തത്? എന്താ പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആരാ ചോദിക്കാൻ, എൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ വിട്ടോടെ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ പിന്നെ ഭർത്താവായി കഴിഞ്ഞ് പറഞ്ഞ് അംഗീകരിക്കേണ്ടതൊക്കെ. എവിടെയാ പോണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് ഇഷ്ടമില്ലാത്ത അവിടെ എവിടെയും കൂട്ടുകാരൻ്റെ അടുത്താണെങ്കിലും ഒരു സമയമുണ്ട്, ഒരു പരിധി. അല്ലെങ്കിൽ ഒരു വഴിയിൽ വെച്ച ഒരു കൂട്ടുകാരനെ കണ്ടു, ഒരു 5 മിനിറ്റ്, ശരി എൻ്റെ കുടുംബമാണ്, എനിക്ക് അവിടെ പോകണം, അത് വിചാരം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് അവിടെ അല്ല 1 മണിക്കൂറോ 1 മണിക്കൂർ 2 മണിക്കൂറാണെങ്കിലും അവിടെ സംസാരം കഴിഞ്ഞിട്ടൊക്കെ. എത്ര സമയം എടുക്കും അവിടെ പോയിട്ട് വരാൻ? ചിലപ്പോൾ 12 മണിക്കൊക്കെ 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പം അത്ര നേരമാണെങ്കിൽ ഒരു വർത്താനം പറഞ്ഞ ഒരു 15 മിനിറ്റ് അങ്ങനെയാണോ സന്ധ്യ? ഞാൻ 12 മണിക്കൊന്നും വരെ ഇരിക്കാറൊന്നുമില്ല. ഞാൻ ഇച്ചിരി നേരം വർത്തനം പറഞ്ഞു വരും ഞാന്. അല്ല, അതിനൊക്കെ അടിക്കോ? അതിനൊന്നും അടിക്കൊന്നുമില്ല. പിന്നെ എന്തിനാ അടിക്കുന്നത്? ഇത് പറഞ്ഞാലും എന്തെങ്കിലും കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്നെ കുറെ തട്ടുത്തരം പറയും, എന്നെ ചീത്തയൊക്കെ വിളിക്കും. എന്തെന്ന് ചീത്ത വിളിക്കും? മോശമായിട്ട് എന്താ കേൾക്കാൻ കുടിച്ചോണ്ട് വരുമ്പോഴല്ലേ ചീത്ത വിളിക്കുന്നത്? അല്ല, അങ്ങനെയല്ല, അല്ലാതെ പറയുകയൊക്കെ ചെയ്യും. കുടിച്ചിട്ട് വന്ന ഒരു ഭയങ്കര അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കുടിച്ച് വന്നാലും അവൾക്ക് അറിയാലോ, ഞാൻ എപ്പോഴും കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒന്നും ഉണ്ടായില്ല. ചില സമയങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ എന്നോട് ഈ വഴക്കിന് വന്നത് ഞാൻ മോശം അങ്ങനെ കുടിക്കണ്ടേട്ടാ, അങ്ങനെയൊക്കെ ഞാൻ പറയാട്ടനോട് കുടിക്കണ്ട എന്ന് പറയും. ദേഷ്യത്തിന് 2 വാക്കുകൾ പറഞ്ഞെന്ന് വെച്ചേക്ക്, ചീത്തയായിട്ട് തന്നെ പറഞ്ഞു. അതിനടിക്കോ? അങ്ങനെ അടിക്കാൻ പാടില്ല. എങ്ങനെ പെണ്ണുകൾ അടിക്കാമോ? അങ്ങനെ അടിക്കാമോ? അപ്പൊ അവര് കയറി അടിച്ചൂടെ? അവരടിക്കോ നിങ്ങളെ? അടിക്കും. അവിടെ കയ്യിലൊക്കെ അടിച്ചു, ഇവിടെ കടിച്ചു, ഇവിടെയൊക്കെ കടിച്ചു. ശരി, ദേഷ്യത്തിലൊന്ന് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ എത്ര അടി ഞാൻ മേടിക്കുന്നുണ്ട്, എത്ര അടി തലക്കിട്ട് അടിക്കണ്ട തന്നെ. ഇത് 2 പേരും ഭാര്യ ഒരു അടിമയൊന്നല്ല, അത് മനസ്സിലാക്കിയോളൂ. ഭാര്യ അടിമയല്ല. നിങ്ങൾ ഇവരെ അടിക്കാൻ പാടില്ല, നിങ്ങൾ അവരെ അടിക്കാൻ പാടില്ല. എന്തിനാ അത് കഴുത്തിൽ വെട്ടിയത്? കഴുത്തിന് വെട്ടിയിട്ടൊന്നുമില്ല, അങ്ങനെ വാക്കത്തെ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായപ്പോ അങ്ങനെ തട്ടിയതാണ്. ആണോ? പിടിവലിയിലാണോ? വെട്ടിയതാണ്. ഇങ്ങനെ ഇരിക്കും. അതൊക്കെ വെട്ടിയതാണെങ്കിൽ കഴുത്തിന്റെ പകുതി കണ്ടോ? നല്ല പാട് കാണുന്നുണ്ടല്ലോ. എത്ര വലിയ പാടാ കാണുന്നത്. അതിപ്പോ എന്തായാലും ചെറുതായിട്ട് അവളുടെ കയ്യിലുണ്ടല്ലോ, അവിടെ അങ്ങനെ ബ്ലേഡ് കൊണ്ട് കൈ മുറിച്ച്, അതേപോലെ ചെറുതായി മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തടിച്ചു നിൽക്കും അവളുടെ ശരീരം. ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിരുന്നു അല്ലേ? കൊണ്ടുപോയാണ്. എത്ര 15 ദിവസം കിടന്നില്ലേ? നിങ്ങൾക്കല്ലേ, നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളോട് ജീവിക്കാൻ വന്നൊരു സ്ത്രീയല്ലേ, അങ്ങനെ ചെയ്യാമോ? ഏട്ടൻ ചെയ്തതിന്റെ വേദനയാണ് ഞാൻ ഇപ്പോൾ തലകർക്കും തലവേദന കൊണ്ട് നടക്കുന്നത്. ഇവിടേക്കൊക്കെ വേദനയായിട്ട് ഞാൻ നടക്കുന്നത്. നിങ്ങളുടെ മക്കൾ ഇതൊക്കെയല്ലേ കണ്ടു വളരുന്നത്. മണികണ്ഠൻ പറ, ഇത് ശരിയാണോ ചെയ്തത്? ശരിയല്ല. ഇതൊക്കെ കുടിയുടെ പുറത്താണോ? എല്ലാം കുടിയുടെ പുറത്ത് ഞാൻ ഇരിക്കാൻ പറ്റില്ല. കുടിച്ചിട്ടാണല്ലോ അടിച്ചത്? കുടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. അവളും നമ്മൾ കുടിക്കാത്ത സമയത്തൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ പറയുകയാണെങ്കിൽ അവൾക്ക് അംഗീകരിക്കില്ല. എന്താ അംഗീകരിക്കാത്ത കാര്യങ്ങള്? അംഗീകരിക്കാത്ത പറയും വീട്ടില് ഇങ്ങനെ പോലെ നമ്മൾ വരുന്ന സമയത്ത് ഭക്ഷണങ്ങൾ മെയിൻ, അതുപോലെ പിള്ളേർക്കാണെങ്കിലും അതൊന്നും
ചെയ്യില്ല. ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെക്കില്ലേ? ഏട്ടനോട് എന്നോട് പറഞ്ഞു വഴക്കിട്ട് ഞാൻ എൻ്റെ അരി എടുക്കണ്ട, ഏട്ടൻ ചെയ്ത ചിലപ്പോൾ എന്നോട് ചെയ്യണ്ട പറയും. അപ്പം ഞാൻ ചോറ് വെക്കാറില്ല. അതൊക്കെ കുടുംബത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിനൊക്കെ അടിക്കാമോ മണികണ്ഠ? എന്റെ ചിലവല്ല, അരി എടുക്കണ്ട, അത് എടുക്കണ്ട, ഇത് എടുക്കണ്ട. അപ്പൊ ഞാൻ എടുക്കൂല, ചോറ് തിന്നാവൂല. ആന്റി ഇതൊക്കെ കുടുംബത്തിലുള്ള കൊച്ചു കൊച്ചു എല്ലാ കുടുംബത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് പറഞ്ഞാലും ശരി, ഇതാ അപ്പൊ പറയും ഇത് എനിക്കിത് കേൾക്കേണ്ട താമസമല്ല, സുഖമാണല്ല, മിണ്ടാണ്ട് കിടക്കാലോ ഇരിക്കാലോ പറയും. അപ്പൊ ഇവരല്ലേ ഭക്ഷണം വയ്ക്കുന്നത് വീട്ടില്? ഇല്ല, ഞാനേ വയ്ക്കും. ചില സമയങ്ങളിലൊക്കെ ഞാനേ വയ്ക്കാറുള്ളൂ. പിണങ്ങിയിരിക്കുമ്പോ അല്ലല്ല, അല്ലാത്ത സമയത്തും ഞാൻ തന്നെ വെക്കും. പിണങ്ങിയിരിക്കുമ്പോ ഏട്ടൻ ചോറ് വെക്കാറില്ല. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കില്ല, അങ്ങനെ ചെയ്യാറ്. ഞാൻ പിണങ്ങി എന്നോട് അരി എടുക്കണ്ട പറയും, ഞാൻ അരി എടുക്കൂല, വെക്കൂല, ഒന്നുമില്ല, ഞാൻ പട്ടിണി ഇരിക്കും. അപ്പൊ ഏട്ടൻ തന്നെ ഭക്ഷണം കുട്ടികളും അച്ഛനും മാത്രം കഴിക്കും. അപ്പൊ സന്ധ്യ കഴിക്കില്ല. അതെന്താ? കഴിക്കാൻ പറയില്ലേ? അരി ഇടണ്ടെന്ന് എടുക്കണ്ട പറയുമ്പോ, സാധനം എടുക്കണ്ട പറയുമ്പോ ഞാൻ എടുക്കാറില്ല. ഓ, വാശിക്കാരിയാണോ? ഇത്രയും വാശിയാണോ? ഭർത്താവല്ലേ, ഇത്രയും വാശി വേണോ സന്ധ്യയെ? എന്തിനാ അരി എടുക്കണ്ടെന്ന് പറയുന്നത്? അത് ഏട്ടനറിയാം, ഏട്ടനെ എടുക്കണ്ട പറയുമ്പോ ഞാൻ എടുക്കാറില്ല. എന്റെ പറയും എന്ത് അംഗീകരിക്കാൻ എന്ത് ഇപ്പൊ കേൾക്കുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ പറയും. ഞാൻ ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിലും കഴിക്കാവാ പറഞ്ഞ് അങ്ങനെ പറയും. ഞാൻ പറയും കഴിക്കില്ല. എന്നാ നീ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ പിള്ളേരും കൂടി കഴിച്ച് ഞങ്ങൾ കിടക്കാൻ പറയും. ചില സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ കഴിഞ്ഞ് കുറച്ചു നേരം കണ്ട പണക്കുണ്ട്, അത് കഴിഞ്ഞ് ഏട്ടാ ശരി വാ നമുക്ക് കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വരും. അപ്പൊ ദിവസം കുടിക്കോ? ദിവസമൊന്നും കുടിക്കില്ല. നിങ്ങളെ കണ്ട അങ്ങനെ കുടികാരനായിട്ട് തോന്നില്ല, അതാ ചോദിക്കുന്നത്. അവൾക്കറിയാം ഞാൻ ദിവസമൊന്നും കഴിക്കില്ല. കുടിച്ചിട്ട് വന്ന് അടിക്കും. കുടിച്ചിട്ട് വന്ന അങ്ങനെയൊന്നും ഇതില്ല. അടിക്കാൻ വേണ്ടിയാണോ കുടിക്കുന്നത്? അല്ല അടിക്കാൻ വേണ്ടിയല്ല. ആ വാശി മനസ്സിൽ വെച്ചിട്ട് ധൈര്യത്തിനാണോ കുടിക്കുന്നത്? അല്ല. സന്ധ്യയുടെ അച്ഛൻ്റെ കഥയൊക്കെ അറിയില്ലേ മണികണ്ഠൻ? അറിയാം. പിന്നെ അങ്ങനെ അവരെ അങ്ങനെ ഉപദ്രവിക്കാമോ? എന്ത് പാവയല്ലേ? നിങ്ങളുടെ ഭാര്യയല്ലല്ലോ, നിങ്ങളുടെ ഭാര്യയാണല്ലോ. എന്തിനാ ചുടുകല്ല് വെച്ച് അടിച്ചേ? ചുടുകല്ല് വെച്ച് അടിച്ച് പറഞ്ഞു. ഇങ്ങനെ ഞാൻ പണി കഴിഞ്ഞ് വന്നു. പണി കഴിഞ്ഞ് അന്ന് പണിക്ക് പോയ സമയത്ത് രാവിലെ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു പണിസ്ഥലത്തേക്ക്. അന്ന് ഭക്ഷണം കൊണ്ടുവന്നില്ല. അപ്പൊ ഞാൻ വൈകുന്നേരം വരെ വയസ്സിട്ട് പണിയെടുത്തത്. അപ്പൊ നീ എന്താ ഭക്ഷണം കൊണ്ടുവന്നില്ല പറഞ്ഞു. രാവിലെ അങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. 10 മണിയായിട്ടും കണ്ടില്ല, 12 മണിയായിട്ടും കണ്ടില്ല. അപ്പൊ ഞാനൊരു 3 മണിയാകുമ്പോൾ പണി നിർത്തി വന്ന് വീട്ടിൽ വരുമ്പോൾ ആ കട്ടിൽ മിണ്ടാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഭക്ഷണം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ കഴിഞ്ഞ് ഞാൻ പോയി മോലാളിൻ്റെ അവിടെ പോയി പൈസയും വാങ്ങിച്ച് വന്നു. ഒരു 9-10 മണിയാകുമ്പോൾ വന്ന സമയത്ത് ഇവർ ഭക്ഷണം കഴിച്ച് മക്കളും ഇവളും കിടന്നു. നല്ല കുടിച്ചിട്ടാ വന്നത്? ഇല്ലല്ല, അങ്ങനെ അത്രയല്ല, ഒരു 2 സ്മോൾ കഴിച്ചിട്ട് വന്നിട്ടുള്ളൂ. എത്ര? 2 സ്മോളേ കഴിച്ചു. അപ്പൊ വന്നിട്ട് ഭക്ഷണം ഇല്ലല്ല ഇപ്പൊ ഭക്ഷണം താ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ വിളമ്പി തിന്നോളി പറഞ്ഞു. ഞാൻ കിടക്കട്ടെ പറഞ്ഞു. അപ്പോൾ വിളമ്പി തന്നത് അങ്ങനെ നിലത്ത് പ്ലേറ്റ് അങ്ങനെ ഇട്ടു. അപ്പൊ ചോറൊക്കെ ചെതറിപ്പോ എങ്ങനെയാ നമുക്ക് അധ്വാനിച്ച് വരുന്ന സമയത്ത് എങ്ങനെ ചോറ് തരുന്ന ചോദിച്ചു. അപ്പൊ നമ്മളിങ്ങനെ വലിച്ചിട്ട പോലെ ആയി ചോറൊക്കെ പോയി. ഇങ്ങനെ തരുന്ന സന്ധ്യ ഞാൻ ചോദിച്ചു. അവരാണോ വലിച്ചിട്ട്? അവള് വലിച്ചിട്ട് വേണമെങ്കിൽ എടുത്തു തന്നോ പറഞ്ഞിട്ട് ഇങ്ങനെ. എന്തായിരുന്നു ദേഷ്യം? അന്നത്തെ ദേഷ്യത്തിന് കാരണം? ദേഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞു പുറമേ നീ എവിടേക്കും പണിക്ക് പോകണ്ട പറഞ്ഞു. എവിടെ ജോലിക്ക് പോണ്ട? തൊട്ടടുത്ത് ഒരു സാറുണ്ട്, ഉമ്മർ സാറ് പറഞ്ഞു അവിടേക്ക് പണിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു പലപ്പോഴും പണിക്ക് പോകണ്ടെന്ന്. ഈ പണിക്ക് പോകേണ്ട സമയത്ത് ഞാൻ ഒരു ദിവസം ഇന്നലെ എനിക്ക് പണിയില്ലായിരുന്നു. പണിക്ക് പോയി ഞാൻ പോയപ്പോൾ സമയത്ത് ഇങ്ങനെ 1 കിലോ മീനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ബൈക്കിൽ വന്നു സമയത്ത് വീടിന്റെ കൂടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി. അന്ന് ഇവള് പണിയില്ല പറഞ്ഞു. അപ്പൊ ശരി നീ വരണ്ടാ വെച്ചു വീട്ടിലേക്ക്. അപ്പൊ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി മീനെ കഴുകി നോക്കുന്ന സമയത്ത് 12 മണിയായിട്ടും ഇവള് വന്നില്ല, വീട്ടിലേക്ക് വന്നില്ല. അപ്പോൾ എവിടെയുണ്ട് ചോദിച്ചപ്പോൾ ഞാൻ അപ്പുറത്ത് അവിടെ വർത്താനം പറഞ്ഞു. ഞാൻ അവിടെ പിറ്റേ ദിവസം ചോദിച്ചു പറഞ്ഞപ്പോൾ ഇവള് ഇവിടെ വന്നിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഈ സമയം വരെ ഇവള് അവിടെ പോയി. എവിടെ പോയിരുന്നു? അത് എനിക്ക് അവളുടെ അടുത്ത് തന്നെ ചോദിക്കണം. കള്ളം പറയണ്ട. അടികൂടിയൊന്നും ഞാൻ ഒരു കമ്മല് തൊഴിലുറപ്പിന് പണിക്ക് പോകണ്ടായിരുന്നു. ഞാൻ അപ്പൊക്ക് കുറച്ച് പൈസ കരുതി വെച്ചിട്ടുണ്ടായി. ആ പൈസക്ക് ഞാൻ കമ്മല് മേടിക്കാൻ പോയി. കമ്മല് പോയി മേടിച്ച് വന്നു കഴിഞ്ഞപ്പോ കമ്മൽ 2 വേറെ ആയിരുന്നു. അത് വീണ്ടും ഈ വഴക്കിന്റെ അന്ന് കാലത്ത് ഞാൻ 2ാമത് പോയി കമ്മല് മേടിച്ചിട്ട് ഇരുന്ന് ഞാൻ അടുത്തുള്ള ചേച്ചിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഇതിന് ചേച്ചി ഞാൻ മേടിച്ച കമ്മൽ പറഞ്ഞ് കാണിച്ചു, ഇത്തിരി വർത്തനം പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. വാശിക്കാരിയാണല്ലേ? ഒരു വാശിയാണ്. ഒരു ജീവിതത്തിനെ വാശി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, അറിയാമോ? താന്നു പോണം, ഭർത്താവായാലും ഭാര്യ ആയാലും. അപ്പൊ എന്താ പരാതി നിങ്ങൾക്ക് ഭാര്യയുമായിട്ട്? എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കേൾക്കണേ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അവള് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ കേൾക്കുകയും ചെയ്യും. സന്ധ്യ എന്ത് സ്വഭാവമാണ് മാറ്റേണ്ടത്? അടുത്ത വീട്ടിൽ പോയി സംസാരിക്കാൻ പാടില്ലേ?
അതിന് ഞാൻ അങ്ങനെ തർക്കിച്ച് ഞാൻ പറയാൻ പറ്റില്ല. പിന്നെ ജനങ്ങളായിട്ട് ഒരു സമ്പർക്കമൊക്കെ വേണമല്ലോ. വേണം, അതെ. അത് വേണം. ആ, അതിന് ഞാൻ പറയില്ല. പിന്നെ എന്താ വേണ്ടാത്ത? പിന്നെ ഇങ്ങനെ പറയും. ഇപ്പോൾ ഞാൻ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയും. വീട്ടിൽ വന്നിരുന്നാലും പറയും എനിക്ക് എവിടെയെങ്കിലും അവിടെ പണിക്ക് വേണം, ഇവിടെ പണിക്ക് വേണം, അവിടെ പണം. ഒരൊറ്റ വിചാരമുള്ള ഈ സ്ഥലത്തേക്ക് മാത്രം പണിക്ക് പോകണം. അപ്പം എനിക്ക് പുറമെ എവിടെയും വേറെ പണിക്ക് പോകാൻ പറഞ്ഞു. ഏത് സ്ഥലത്തേക്ക് പണിക്ക് പോകണം? ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ പോകണമെന്നാ പറയണം. അയാളുടെ വീട്ടിലേക്ക് മാത്രം, അവിടുത്തെ മാത്രം പോകണമെന്നാ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു പുറമെ എവിടെ വേണമെങ്കിൽ പോയിക്കോ, എനിക്ക് ഇഷ്ടമുള്ള അവിടെ പോയി പണിക്ക്. പക്ഷെ ഇവിടെ മാത്രം പോകണ്ടെന്ന് പറയും ഞാൻ. അതെന്താ സന്ധ്യ? ഞാൻ എവിടെ പണിക്ക് പോയാലും രാത്രിയാണെങ്കിൽ ശരി, എവിടേക്ക് പണിക്ക് പോയാലും സംശയമാണ് ഏട്ടനെ. എവിടെ പോയാലും ഇന്ന സ്ഥലത്തൊന്നും ഇല്ല, എവിടെ പോയാലും ഏട്ടൻ പണിയെടുത്ത സ്ഥലത്താണ് ഞാനും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ സാർ എന്നെ പണിക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. ഏട്ടൻ അവിടുത്തെ പണി കാട്ടി കളഞ്ഞിട്ടാണ് ഏട്ടൻ ഇപ്പം അവരോട് ദേഷ്യം. മര്യാദയ്ക്ക് റബ്ബർ വെട്ടാൻ പോകാണ്ട് 2 സ്ഥലത്ത് റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നു, 2 സ്ഥലത്ത് റബ്ബർ ഏട്ടൻ പോകാണ്ടിരുന്നു. ശരിയാണോ? ശരി തന്നെ മാഡം. അത് പറഞ്ഞ് ഞാൻ ഒരുപാട് അധ്വാനമുണ്ട്, ഒന്ന് സഹായിച്ചു തരിക. അതൊന്നും ചെയ്യില്ല. പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പണി സ്ഥലത്ത് വന്നിട്ട് പാലെടുക്കുക, ഇതൊക്കെ കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമാണ്. ഇതൊന്നും ചെയ്തു തരില്ല. വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളി, നിങ്ങൾക്കല്ല അത്. അങ്ങനെയൊക്കെ അതുകൊണ്ടാണോ ഈ വഴക്കും അടിയും പിടിയും തലയിട്ടടിയും? ഇല്ല, അങ്ങനെ ഇതില്ല. ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോക്കാണ്, ദേഷ്യം വന്നു. 15 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ഈ പെണ്ണ് മരിച്ചു പോയില്ലെങ്കിൽ മണികണ്ഠൻ ജയിലിൽ പോയില്ലായിരുന്നു. 3 പിള്ളേരും അനാഥരാവില്ല. ഭാര്യ അടിക്കരുത് കേട്ടോ, എന്തൊക്കെയാണെങ്കിൽ ശരി. എന്ത് വഴക്കുണ്ടാക്കാം? എന്തിനാ അങ്ങനെ അടിക്കരുത്, ഒരിക്കലും അടിക്കരുത്. എന്തിനാ ഈ കുടിക്കുന്നത്? കൂടിയൊക്കെ നിർത്തി. ഞാൻ നിർത്തിയോ? എന്താ സന്ധ്യ പറഞ്ഞപ്പോ കൂടി നിർത്തിയെന്ന്. എനിക്കിപ്പോ എങ്ങനെ ഉറപ്പ് വരണേ? ഏട്ടൻ കൂടി നിർത്തിയ കൂടില്ല. ഞാൻ ഏട്ടൻ്റെ കൂടെ പോയാൽ ഏട്ടൻ കുടിച്ചാലോ? ഇനി ഞാനിപ്പോൾ സ്വയം തീരുമാനിച്ചു എനിക്കിപ്പോൾ നന്നാകണമെന്ന്. അപ്പം അത് കാരണം ഞാൻ എല്ലാം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ആരോടെയാ? പിള്ളേർ ശിശുഭവനിലാണ്, ആലുവ. എന്താ പിള്ളേർ നിങ്ങളെ അച്ഛൻ അമ്മയുള്ളപ്പോൾ നിങ്ങളുടെ ശിശുഭവനെ കൊണ്ട് വിടേണ്ട ആവശ്യം എന്താ? ഞാനെല്ലാം അതോ അനാഥ പിള്ളേരല്ലേ? നിങ്ങളൊക്കെ നല്ല അച്ഛനും അമ്മയൊക്കെ നല്ല കല്ല് പോലെ ഇരിക്കുകയല്ലേ? നിങ്ങൾക്ക് എന്താ കുറവ്?